ഇന്ന് ഒരു സ്ത്രീ കുറച്ചു നാളായി അടുത്തിടപഴകാത്തപ്പോൾ സംഭവിക്കുന്ന 5 പെരുമാറ്റമാറ്റങ്ങളാണ് പറയുന്നത്. കേൾക്കൂ, അവസാനത്തെ അടയാളമാണ് ഏറ്റവും ശക്തമായത്. ഫ്രണ്ട് സോണിൽ കുടുങ്ങിയ ആൺകുട്ടികളെ അവൾ കിടക്കയിൽ ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നാണിത്. നമുക്കതിലേക്ക് കിടക്കാം. 1-ാം നമ്പർ അടയാളം: സ്പർശനം ഒരു സമാന്തര ഭാഷയായി മാറുന്നു. ഒരു സ്ത്രീ വളരെ കാലമായി അടുത്ത ശാരീരിക സമ്പർക്കമില്ലാതെ കഴിയുമ്പോൾ അവളുടെ ശരീരം ന്യൂറോ സയൻസ് ചർമ്മവിശപ്പ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. അത് ജൈവശാസ്ത്രപരമാണ്. മനുഷ്യചർമ്മത്തിൽ ദശലക്ഷക്കണക്കിന് ഓക്സിറ്റോസിൻ റിസപ്റ്ററുകൾ ഉത്തേജനത്തിനായി കാത്തിരിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ നിങ്ങളെ കൂടുതൽ സ്പർശിക്കാൻ തുടങ്ങുന്നു. പക്ഷെ എന്തായാലുമല്ല, അവൾ നിങ്ങളെ തന്ത്രപരമായി, മിക്കവാറും അബോധാവസ്ഥയിൽ സ്പർശിക്കുന്നു. അവൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്പർശനം, വ്യക്തമായ കാരണമില്ലാതെ നിങ്ങളുടെ കോളർ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിനിടെ അവളുടെ തോളിൽ നിങ്ങളുടെ കയ്യിലൊരു സ്പർശനം. ഈ സ്പർശനങ്ങൾ സാധാരണയേക്കാൾ ഒരു സെക്കൻഡിന്റെ ഒരു ഭാഗം നീണ്ടുനിൽക്കും. രഹസ്യമിതാ, അവൾ നിങ്ങളുടെ പ്രതികരണം പരിശോധിക്കുന്നു. നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലും മോശമായി നിങ്ങൾ അകന്നുപോയാൽ, അവളുടെ മസ്തിഷ്കം അതിനെ നിരസിക്കലായി രേഖപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ ശാന്തത പാലിക്കുകയും പുഞ്ചിരിക്കുകയും ആ ഊർജം സ്വാഭാവികമായി തിരികെ നൽകുകയും ചെയ്താൽ നിങ്ങൾ ആദ്യ പരീക്ഷണത്തിൽ വിജയിച്ചു. 2-ാമത്തെ ലക്ഷണം: അവൾ നിരന്തരമായ വൈകാരിക സ്ഥിരീകരണം തേടുന്നു എന്നതാണ്. നോക്കൂ, ഒരു സ്ത്രീക്ക് ഉയർന്ന നിലവാരമുള്ള പുരുഷശ്രദ്ധ ലഭിക്കാത്തപ്പോൾ ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുന്നു. ഈ ശൂന്യത അഹങ്കാരത്തെക്കുറിച്ചല്ല, ഇത് മനുഷ്യബന്ധത്തെക്കുറിച്ചാണ്. അടുപ്പത്തിനായി തുറക്കുന്നതിനു മുമ്പ് വൈകാരിക സുരക്ഷ തേടാൻ സ്ത്രീകൾ നിർബന്ധിതരാണ്. അതിനാൽ അവൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു, ധാരാളം ചോദ്യങ്ങൾ. ആ സാഹചര്യത്തിൽ ഞാൻ അമിതമായി പ്രതികരിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അമിതമാണോ പോലുള്ള കാര്യങ്ങൾ അവൾക്ക് ശരിക്കും ആവശ്യമില്ല. നിങ്ങൾ അവളെ കാണുന്നുവെന്നും നിങ്ങൾ അവളെ മനസ്സിലാക്കുന്നുവെന്നും അവൾക്ക് തോന്നണം. ഒറ്റ വാക്കിൽ ഉത്തരം നൽകിയാൽ, ഇല്ല, നിങ്ങൾ സുഖമായിരിക്കുന്നു, നിങ്ങൾ ഇതിനകം തോറ്റു, എന്നാൽ നിങ്ങൾ അവളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ ആഴത്തിൽ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്നു, ഇക്കാലത്തത് അപൂർവമാണ് എന്ന് പറഞ്ഞാൽ 99% പുരുഷന്മാർക്കും അറിയാത്ത ഒരു വൈകാരിക പാലം നിങ്ങൾ നിർമ്മിച്ചു. ഈ ഉള്ളടക്കം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ താഴെയുള്ള ആ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള കൂടുതൽ സത്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇതെന്നെ കാണിക്കുന്നു. 3-ാമത്തെ അടയാളം: അവളുടെ ശരീരഭാഷ പുരുഷശക്തിയെ ചുറ്റിപ്പറ്റി മാറുന്നു. ഇത് ആകർഷകമാണ്. ഒരു സ്ത്രീ ലൈംഗികതയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ അവളുടെ ലൈംഗിക വ്യവസ്ഥ ആകർഷണത്തിനുത്തരവാദിയായ തലച്ചോറിന്റെ ഭാഗം ഹൈപ്പർ സെൻസിറ്റീവായി മാറുന്നു. അവളുടെ റഡാർ പരമാവധി മുകളിലേക്ക് തിരിയുന്നതുപോലെയാണ്. അവൾ നിങ്ങളുടെ ചുറ്റുപാടിലായിരിക്കുമ്പോൾ അവൾ പലപ്പോഴും അവളുടെ മുടി ശരിയാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അവൾ കാലുകൾ ക്രോസ് ചെയ്ത് അഴിച്ചുമാറ്റുന്നു. ദൂരെയിരിക്കുമ്പോഴും അവൾ അവളുടെ ശരീരം നിങ്ങളുടെ നേരെ ചാരി നിൽക്കുന്നു. ഇതൊക്കെ സൂക്ഷ്മഭാവങ്ങളാണ്. അവളത് ചെയ്യുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ മിക്ക പുരുഷന്മാരും ചെയ്യുന്ന മാരകമായ തെറ്റിതാണ്. അമിതവേഗത്തിൽ നീങ്ങുന്നതിനുള്ള ഒരു പച്ചക്കൊടിയായി അവരിതിനെ വ്യാഖ്യാനിക്കുന്നു. അവർ അവളെ ഭയപ്പെടുത്തുന്നു. പ്രധാന കാര്യം അവളുടെ ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കുകയാണെന്നാണ്, അതിനെ മറികടക്കുകയല്ല. അവൾ ചാഞ്ഞാൽ നിങ്ങൾ ചാരി നിൽക്കുക. അവൾ നിങ്ങളെ സ്പർശിച്ചാൽ നിങ്ങൾ അവളുടെ പിന്നിൽ തൊടുക. അതൊരു നൃത്തമാണ്. നയിക്കുന്നതായി തോന്നാതെ നയിക്കുന്ന ആളെ അവൾ ഒരിക്കലും മറക്കില്ല. 4-ാമത്തെ അടയാളം: അവൾ നിങ്ങളുടെ വൈകാരിക പരിധികൾ പരിശോധിക്കുന്നു. ഒരു സ്ത്രീ വളരെക്കാലമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ഒരു സംരക്ഷണ കവചം വികസിപ്പിക്കുന്നു. ആരെയെങ്കിലും അകത്തേക്ക് കടത്തിവിടുന്നതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണുന്ന എഡിറ്റ് ചെയ്ത പതിപ്പല്ല, അവളുടെ യഥാർത്ഥ പതിപ്പ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് അവൾ അറിയേണ്ടതുണ്ട്. അതിനാൽ അവൾ നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നു. അവൾ ദുർബലമായ എന്തെങ്കിലും പങ്കുവെക്കുകയും നിങ്ങളുടെ പ്രതികരണം നിരീക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ പരിഭ്രാന്തരാകുമോ അതോ കേന്ദ്രീകൃതമായി തുടരുമോ എന്ന് കാണാൻ അവളൊരു ചെറിയ നാടകം സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ അളക്കാൻ വേണ്ടി അവൾ പ്രകോപനപരമായി എന്തെങ്കിലും പറയും. മിക്ക പുരുഷന്മാരും ഇവിടെ പരാജയപ്പെടുന്നു. അവർ ഒന്നുകിൽ ഒരു ഗണിത സമവാക്യം പോലെ അവളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാകുന്നു. അവൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് വിധിയില്ലാതെ കേൾക്കുന്ന ഒരു പുരുഷനെയാണ്. വീഴാതെ അവൾ കിടം നൽകാൻ വൈകാരിക ശക്തിയുള്ള ഒരു പുരുഷനെയാണ്. ഇപ്പോൾ 5-ാമത്തെയും ഏറ്റവും ശക്തവുമായ അടയാളം: അവൾ അടുപ്പത്തിനുള്ള വേഷം മാറിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് കളിയെ പൂർണ്ണമായും മാറ്റുന്നു. ഒരു സ്ത്രീക്കൊരു ബന്ധം വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നേരിട്ട് പറയാൻ പേടിയാണെങ്കിൽ അവൾ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. എന്റെ സ്ഥലത്ത് എന്തെങ്കിലും സഹായം ചെയ്യാൻ നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? അല്ലെങ്കിൽ ഈ സിനിമ ഒറ്റയ്ക്ക് കാണാൻ എനിക്കൊരുതരം ഭയമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഒറ്റയ്ക്ക് കഴിയാൻ അവൾ സാമൂഹികമായി സ്വീകാര്യമായ ഒരു ഒഴികഴിവ് സൃഷ്ടിക്കുകയാണ്. ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്നത് ഇതാണ്. മാന്ത്രികമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഒരാൺകുട്ടി അവിടെ പോകുന്നത്.
അവൾക്കാദ്യം സുരക്ഷിതത്വം തോന്നണമെന്ന് ഒരു പുരുഷൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എത്തുമ്പോൾ ഒന്നും നിർബന്ധിക്കരുത്. ആശ്വാസം സൃഷ്ടിക്കുക, സംസാരിക്കുക, ചിരിക്കുക, അന്തരീക്ഷം ഒഴുകാൻ അനുവദിക്കുക. അവൾ അടുത്തെത്തുമ്പോൾ അവൾ അങ്ങനെ ചെയ്യുമെന്നതിനാൽ നിങ്ങൾ നിരാശയോടെ പെരുമാറില്ല. സ്വന്തം മൂല്യമറിയുന്ന ഒരാളെപ്പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. നോക്കൂ, ഇന്ന് ഞാൻ മിക്ക പുരുഷന്മാരും ഒരിക്കലും ശ്രദ്ധിക്കാത്ത 5 അടയാളങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനു പകരം മതിപ്പുളവാക്കാൻ ശ്രമിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അന്യായമായ ഒരു നേട്ടമുണ്ട്. ഈ അറിവ് ബഹുമാനത്തോടെ, ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. എല്ലാറ്റിനുമുപരി യഥാർത്ഥ ബന്ധങ്ങൾ സൃഷ്ടിക്കാനത് ഉപയോഗിക്കുക. കാരണം ദിവസാവസാനം നിങ്ങൾക്കും അവർക്കും അത് ശരിക്കും ആവശ്യമാണ്.